ഹലോ ഗൈസ്, അപ്പൊ മല്ലൂസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ചുമ്മാ ഒരു ക്രിസ്മസ് വ്ലോഗ്. അതെ, നമ്മുടെ ജർമ്മനിയിൽ നമ്മളെല്ലാവരും കൂടി ചുമ്മാ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു ക്രിസ്മസ് ഒത്തുകൂടലാണ് ഇന്ന്. അപ്പൊ ഇന്ന് ഇവിടെ അതിന്റെ വീട്ടിലാണ് പരിപാടി നടക്കുന്നത്. നമ്മൾ ചെറിയ രീതിയിൽ നമ്മളൊന്ന് ഫുഡ് ഉണ്ടാക്കി കഴിക്കാന്നുള്ള പ്ലാൻ പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടുകയാണ്. അതെ, ഈ വീഡിയോ ആക്ച്വലി ഒരു 7 മാസത്തിന് ശേഷമാണ് നമ്മൾ ആദ്യമായിട്ടല്ല 7 മാസത്തിന് ശേഷമാണ് വലിയ ഗ്യാപ്പിന് ശേഷമാണ് ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോ ബാക്കി വിശേഷങ്ങൾ കാണാം. ജർമ്മനിയിലായാലും നമ്മൾ സ്റ്റാർ നോക്കിയിട്ടുണ്ട്. അതിന്റെ വീടായതുകൊണ്ട് അതിന് ഭയങ്കര പൈസ മുടക്കി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തേക്കാണ്. ഫുൾ ഇവിടെ ക്രിസ്മസ് കാർഡ് ചെയ്തായിക്കൊണ്ടിരിക്കുക. ആർക്കാ ആക്ച്വലി ഇപ്പൊ എന്തായാലും ഞങ്ങളിപ്പോ ഇന്ന് പരിപാടി നടത്താന്ന് വിചാരിച്ചു. അപ്പൊ പെട്ടെന്ന് എല്ലാവരും കൂടി ഓൺലൈനിലാണ് ആക്ച്വലി നമ്മുടെ ക്രിസ്മസ് ഗിഫ്റ്റ് ഇടാനുള്ള ലോട്ടൊക്കെ ഇട്ടത്. നമ്മളൊരു മാക്സിമം ഒരു 6 പേരുള്ളൂ നമ്മളിവിടെ ആക്ച്വലി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്നെന്തായാലും വൈകുന്നേരം വരെ ഇല്ല. ഇന്ന് ഡിസംബർ 24-ാം തീയതിയാണ്. നോർമലി ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളെല്ലാം ഇന്ന് 2 മണി 3 മണി ആകുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യും. ഇപ്പൊ തന്നെ സമയം 1 മണിയായി. അപ്പൊ ഇവന്റെ വീടിന്റെ ഫ്രണ്ടിൽ കുറച്ച് DM അങ്ങനെ കുറച്ച് അലർച്ചിലറ കടകളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ നമ്മളൊക്കെ എന്തൊക്കെ സാധനം മേടിച്ച് ചെറിയ ഗിഫ്റ്റ്, ചെറിയ രീതിയിലുള്ള ഗിഫ്റ്റ്, 20 യൂറോന്റെ താഴെ 10 യൂറോന്റെ ഗിഫ്റ്റ് ഒക്കെയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് നേരെ കിച്ചണിലേക്ക് അവിടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐസ് നോക്കൂ, എന്തായി ഫുഡ്? എന്താ നമ്മുടെ മെനു എന്താ പറഞ്ഞേ? അടിപൊളി മെനു ആണ്. കുറുമ, പാലപ്പം, ഇടിയപ്പം നമ്മള് ഫ്രോസൺ മേടിച്ചല്ലേ ചേട്ടാ? അതിന്റെ വൈഫ് ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്. ഇവിടെ വീഡിയോ എടുക്കണേക്കാൾ തൊട്ട് മുമ്പ് നെറ്റ് വേണമെന്ന് എഴുതി വെച്ചാണ് എന്തൊക്കെയാണ് ഫുഡ് എന്ന് പറഞ്ഞിട്ട്. ഈവനിങ് നൈറ്റ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കണ്ട നമ്മള്. ഇടിയപ്പം സ്റ്റൂ. ഇടിയപ്പം ചേട്ടൻ എവിടെന്നാ മേടിച്ചത്? സ്പോൺസർ ചെയ്താണോ? സ്പോൺസർ ചെയ്തല്ല. എല്ലാവരും ഇവിടെ ക്രിസ്മസ് കാർഡ് എഴുതാനുള്ള ക്രിസ്മസ് കാർഡ് എഴുതിക്കൊണ്ടിരിക്കുക. പെട്ടെന്നൊരു പ്ലാൻ കാരണം അവിടുന്ന് ക്രിസ്മസ് കാർഡൊക്കെ ഒപ്പിച്ച് എഴുതിക്കൊണ്ടിരിക്കുക. അവിടുന്ന് വന്ന് കോപ്പി അടിച്ച് എല്ലാവരും എഴുതുന്നത്. എല്ലാരും സ്വന്തം മനസ്സിൽ നിന്ന് എഴുതി. സ്വന്തമായിട്ടാണ്, ഞാൻ മാത്രമേ ഉള്ളൂ. നോക്കൂ, ഇവൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തത്. ലാസ്റ്റ് ടൈമില് വീടും മാറി ലൊക്കേഷനൊക്കെ മാറ്റേണ്ട വന്നു ഇവള് കാരണം. കേറുവാ. ഇനി ഫുഡ് കഴിക്കാം. അക്ക വന്നു. ഫുഡ് ഉണ്ടാക്കിയാലോ? പാലപ്പം ഉണ്ടാക്കണ്ടേ? ചേട്ടാ അടുക്കള കയറല്ലേ? ഇയാള് വലിയ കോട്ടയംകാരനല്ലേ? എന്നിട്ടാണ് അതെ. അപ്പം ചൂട്, പാലപ്പം ചൂട്. ഓ, ചട്ടി ചൂടായിട്ടില്ല. എന്ത് സെന്റിമീറ്റർ? ചേട്ടൻ എന്തൊക്കെ ചെറിയ പിള്ളേരുടെ അടുത്ത് ഉണ്ടോ? 149 ഇത്ര മതി. ഞങ്ങൾക്ക് ഇതൊക്കെ 5-6 സെന്റിമീറ്റർ ഉള്ളു. അല്ലാതെ ഇത് 9 ഉണ്ട്. 5-4 സ്റ്റൂ അല്ലേ ഇത്? മറ്റേ ഇതെന്താ എന്ത് കറിയത്? എന്ത് കറിയാണത്? ബീഫ് കുർമ. നല്ല ടേസ്റ്റ് ഉണ്ട്. പറയാതിരിക്കാൻ പറ്റത്തില്ല, ഞാൻ ഉണ്ടാക്കിയതാണ്. അടിപൊളി. അയ്യോ, ഒരു കറിയുണ്ട്, 6 പേരുണ്ട്, എല്ലാവർക്കും ഉണ്ടാക്കി ക്രെഡിറ്റും വേണം. അതിന്റെ ഇറക്കി കഴിഞ്ഞ് വന്നോ? ബിസിനസ് ഡീലായിരുന്നോ അത്? എങ്ങനെയുണ്ട്? ട്രേഡ് സീക്രട്ടോ? എടാ, ഒരു പ്ലേറ്റും കൂടി എടുത്തുവാണെങ്കിൽ അപ്പം നമുക്ക് എടുത്തു. സൂപ്പർ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫുഡ് ഫസ്റ്റ് സ്റ്റാർട്ടർ റെഡി ആയിരിക്കുകയാണ്. പാലപ്പം, സ്റ്റൂ അല്ലല്ലോ, കുറുമ, ബീഫ് കുറുമ.
എല്ലാരും കഴിക്കാണ്. എങ്ങനെയുണ്ട് ഗായ്സ്? ഫുഡ് എങ്ങനെയുണ്ട് ഗായ്സ്? അടിപൊളി. നല്ല ടേസ്റ്റ് ഉണ്ട്. നീയല്ലേ ഉണ്ടാക്കിയേ? അടിപൊളിയാണ്. നീ അടുത്ത പ്രാവശ്യം റെസിപ്പി ഇടണേ കുറുമയുടെ. പെട്ടെന്ന് തന്നെയുള്ള പ്ലാനിങ് ആയതിനാൽ എല്ലാരും ഓടിപ്പടച്ചത് തൊട്ടതായ DM ഉണ്ടായിരുന്നു. അപ്പൊ DM എല്ലാരും പെട്ടെന്ന് ഓടിപ്പടച്ച് സാധനങ്ങൾ വാങ്ങിച്ച് പാക്ക് ചെയ്ത് സാധനം എഴുതി എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അതെ, ഇവിടെ ഫ്രീ ആയിട്ട് DM കവറും കിട്ടും. ഇതേ കഴിഞ്ഞ വട്ടത്തെ അപ്പൊ ആര് ഫസ്റ്റ് കൊടുക്കാൻ പോണേ? പ്രായത്തിൽ മൂത്ത ഞങ്ങടെ ഈ ചേട്ടൻ ചെറുതാക്കി തോന്നും. പക്ഷെ പള്ളിക്ക് 10-40 വയസ്സിൽ കല്യാണം കഴിച്ച് കൊച്ചുള്ള. ക്ലൂ ഉണ്ടോ? എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? ആളെ കുറിച്ച് എന്തെങ്കിലും ചേട്ടൻ നിശബ്ദനായിരിക്കണം. എന്റെ അമ്മ എന്തോ വലിയ സീനാണല്ലോ. പേരിൽ എണ്ണുണ്ട്. ആഷ്ന, അനീഷ, നിവേദ്. അതെ, എന്തുട്ടത്? ഫസ്റ്റ് നെയിം മാത്രമല്ലേ ഉള്ളൂ. വിൻസിന്റെ രണ്ടും കൊണ്ട് അതിപ്പോ നിന്റെ കൂടി കൂട്ടെ. ചേട്ടാ എനിക്കൊരു താഴെ ചേട്ടാ. ഒന്നേ ഞാനല്ലേ നിവേദ്. അനീഷ പറയാതെ നീ. ഒന്നേ ഞാനല്ലേ നിവേദ്. താഴെ ചേട്ടാ എനിക്ക് ലാസ്റ്റ് പിടിച്ചോക്കെ അല്ലെ. നെക്സ്റ്റ് അതിന് ഞാൻ കൊടുക്കണ്ടേ? അയ്യോ, കാർഡ് ഇടണ്ടേ? ഞാൻ കൊടുക്കണ്ട ആർക്കാന്ന് വെച്ചാ ഗസ്സോ ക്ലൂ. വലിയ ക്ലൂ ഒക്കെ ചന്തമേരി. ചന്തമേരി. അതിന് വലിയ ക്ലൂ ഇല്ല. അത് ഞങ്ങക്ക് പോലും പറയാൻ വേറൊരു ചന്തമേരി. എല്ലാ ചന്തമേരിയുള്ള 18+ ഇതിന് താടിക്കാൻ പറ്റും. പറയാൻ പോകുന്നത് അല്ലല്ല ഒന്നുകൂടി വേറെ ക്ലൂ പറഞ്ഞു. ഇനി ഞാൻ അതിനാരാ ക്ലൂ പറ. അയ്യോ എനിക്കറിയാതാണ്. അയ്യോ ഞാൻ പറയാൻ ഇൻട്രോ പോയി. അറിയാത്ത പോലെ സുന്ദരനും പ്രായം കുറഞ്ഞതും അല്ല നാട്ടിൽ തന്തയും പിള്ള എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഡിഫിക്കൽട്ട്, സോ ഹാർഡ്, തന്തയും സോ ഹാർഡ് ടു ഫൈൻഡ്. അത് ജർമ്മനിലെ പിള്ളേരാ. ഈ നാട്ടില് ഓരോ പിള്ളേർ ഞാൻ ബാച്ചിലർ പറഞ്ഞ് നടക്കുന്നത്. എനിക്ക് കൊച്ചുള്ള ഒരു കൊച്ചുള്ള അത് വേണ്ടായിരുന്നു. എല്ലാരും ഗിഫ്റ്റ് കിട്ടിയില്ലേ? പൊട്ടിച്ചോക്കണം. ഞങ്ങളെ സീക്രട്ട് സാൻഡ എല്ലാം കഴിഞ്ഞു, ഗിഫ്റ്റുകളെല്ലാം പൊട്ടിച്ചു കഴിഞ്ഞു, ചുമ്മാ എഴുതിയേക്കണൊക്കെ വായിച്ചും കഴിഞ്ഞു. അത് ചുമ്മാ പബ്ലിക് ആക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇതിന്റെ അടി ചെയ്യാത്തത്. പക്ഷെ നൈസാണെന്നാണ് നൈസായവർ പറയുന്നത്. അടുത്തതായി കള്ളുകുടിയൻ നിവേദ അവതരിപ്പിക്കുന്ന
അടുത്തതായി കള്ളുകുടിയൻ നിവേദം അവതരിപ്പിക്കുന്ന ഷാമ്പെയിൻ പ്രഹസനമാണ് ഇനി. എബിൻ ചേട്ടനാണ് സ്പോൺസർ ചെയ്തേക്കുന്നത്. എടാ എന്റെ ലൈറ്റ് ലൈറ്റ് വീട് ഇങ്ങ് താ, ഞാൻ പൊട്ടിച്ചു തരാം. താ, അത് അങ്ങനെ തെറിക്കില്ല. ഇങ്ങ് താ, എന്നാ ഇത് പിടിച്ചോ. പിന്നെ ഇത് കുലിക്കില്ലല്ലോ. അല്ല പിന്നെ കുളിക്കലൊന്നുമില്ല. അപ്പൊ വിഷയമില്ല. ഓ അതിനെല്ലാം അറിയാലോ. കുടിക്കത്തില്ല, പക്ഷെ എല്ലാം അറിയാം. എനിക്ക് നമ്മളോട് പറയുന്നത് ഇനിയാണ് റിസ്ക്. അയ്യോ ഇത് തെറിച്ചു. അതിന് തെറിച്ചു. ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഞാൻ കുടിക്കില്ല. എക്സ്ട്രാ ടോക്കൺ. ഇതാ അതിന്റെ മറ്റേ പരിപാടിക്ക് ബാച്ചലേഴ്സ് പാർട്ടിക്ക് ഇതിന്റെ ആർക്കും ഇഷ്ടപ്പെടാത്ത ഇതിന്റെ അകത്ത് 11.5% ആൽക്കഹോൾ. അത് കുറവാ. അത്രയല്ല, ഞാൻ മേടിച്ചത് 40%. ഞാൻ ആദ്യം 37 കണ്ടു കഴിഞ്ഞപ്പോ കൈമാറ്റ്. എബിൻ ചേട്ടൻ 40% ആൽക്കഹോൾ ഉള്ള ഇതാണ് നിവേദന കൊടുത്തത്. ഗിഫ്റ്റ് എന്നെ കാരണം അവന്റെ കയ്യിൽ നിന്ന് എനിക്ക് കുറച്ച് രഹസ്യങ്ങൾ എടുക്കാനുണ്ട്. നിവേദ, എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം നമ്മുടെ സാന്റൈൻ ജർമ്മനി ക്രിസ്മസ് പരിപാടി നടത്താത്തത്? ക്രിസ്മസ് പാർട്ടി നടത്താത്തോ? ഞങ്ങൾക്ക് വളരെ ബുദ്ധിപൂർവ്വം പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ആക്ച്വലി അത് ക്യാൻസൽ ചെയ്തത്. കാരണം കഴിഞ്ഞ വർഷം കുറെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ആ പരിപാടി അവിടെ വരെ എത്തിച്ച എത്ര ആൾക്കാരെ നമ്മള് സെറ്റ് ചെയ്തത്. പക്ഷെ ഈ വർഷം ഞങ്ങൾക്ക് മനസ്സിലായി വെറുതെ എന്തിനാ വേണ്ടാത്ത പണിക്ക് പോണേ. കാരണം നാട്ടിലേക്ക് എല്ലാവരും പോവാണ്, നമ്മുടെ കൂടെ ഉള്ളവര് വരെ നാട്ടിലേക്ക് പോവാണ് വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി. സോ പിന്നെ അത് മാത്രമല്ല നമ്മുടെ സമയം നമ്മുടെ സമയം ബെറ്റർ അടങ്ങിയിരുന്ന് ബാക്കി എല്ലാവരും കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കാണുക. അതായിരിക്കും നല്ലത് തോന്നി ഈ പ്രാവശ്യം. അതുകൊണ്ട് നോ ക്രിസ്മസ് പരിപാടി. എന്തായാലേ നാട്ടിലെ നെറ്റോ നീയും അടി തുടങ്ങിയോ? കണ്ണിൽ നോക്കി ഗൈസ്, ആ പെട്ടി ഉണ്ട്, ആമസോണിന്റെ പെട്ടി. വേറെ ഒന്നുമല്ല അതിനകത്ത് എടുക്കാൻ പോണ. കഴിഞ്ഞ ക്രിസ്മസിന്റെ ബാക്കി പത്രമാണത്. കഴിഞ്ഞ ക്രിസ്മസ് നമ്മൾ ഓർഡർ ചെയ്ത സാധനമാണ്. ഒരു പെട്ടി നിറയെ നാളെ മിസ്സിംഗ് അല്ല, നാളെ നമ്മളെ കല്യാണത്തിനെടുത്തതാ. പരിപാടിക്കെടുത്ത ഏതെങ്കിലും വീട്ടിൽ ഇങ്ങനെ ഇരിക്കും അല്ലേ? അതെ, അതിനടിക്കാത്തോണ്ട് എന്നൊക്കെ പറയുന്നു. പച്ചവെള്ളമാണെന്ന് അറിയില്ല, പൊടിച്ചൊക്കെ പറയാൻ വേണ്ടി പച്ചവെള്ളം കുറച്ചൊക്കെ. ഇതന്ന് നമ്മള് ഓർഡർ ചെയ്തിട്ട് അന്നത്തെ നമ്മുടെ ക്രിസ്മസ് പരിപാടി നടക്കണ അന്നത്തെ ദിവസം വരാതിരുന്നേ. പക്ഷെ ലേറ്റ് ആയിപ്പോയി. അന്ന് പരിപാടി നടക്കാൻ്റെ ഇടയ്ക്ക് അവന്മാര് കൊണ്ട് തന്നെ. അപ്പൊ അതിന് മുമ്പ് നമ്മൾ വേറെ മേടിച്ച് സെറ്റാക്കി. 150 രൂപ ഇപ്പൊ ഇതെടുത്തുള്ളൂ. 150. ശരിയടാ ഓക്കെ. 150 ആകെ 10 വരുന്നവരേ ഉള്ളൂ. അങ്ങനെ ഫൈനലി ചിക്കൻ ബിരിയാണി വെക്കാൻ തീരുമാനിച്ചു. ലിസ്ബത്ത് സ്പോൺസർ ചെയ്ത ചിക്കനും. അതെ, എന്റെ ഫാമിലെ കോഴികളോ ഇതെല്ലാം. എന്റെ ഫാമിലെ കോഴികൾ, ഫാമിലി കോഴികളും. എടാ ഷൊണ്ണേ, അത് എടാ അവിടെ വലിയ കത്തിയിരിക്കണു. എവിടെ വലിയ എത്തി? വലിയ എത്തിയല്ല നെറ്റെടുത്തൊന്നില്ല എനിക്ക്. മെനട്ട വഴിയുള്ളത് എന്റെ ഫാർമിലെ കൂടിയ കോഴിയാ. ഗിരിരാജന് എന്റെ അലോവേറ. ഞാൻ കറ്റാർവാഴയാന്ന് പറഞ്ഞു വാങ്ങിച്ചതാ. പക്ഷെ അത് ഇവിടെ വന്നപ്പോഴത്തേക്ക് അത്ഭുതം. വാഴയായി പോയത്. ഓർക്കിഡായി പോയി. നിന്റെ പോലത്തെ വാഴ തന്നെ.
അതങ്ങനെ ആക്കല വാഴകളും കൂടെ അല്ലേ. ഇതാണ് ഇഞ്ചി, ഇങ്കുവർ, സവാള ഉണ്ടല്ലോ. ജിഞ്ചർ. ഇതെന്നാ വേസ്റ്റ് അല്ലേ? ഗാർലിക്, വെളുത്തുള്ളി, നോബ്ലോ എന്ന് ജർമ്മനിയിൽ പറയും. എടാ നിനക്ക് ഏത് സവാള വേണം? ചുവപ്പ് വേണോ മഞ്ഞ വേണോ? എവിടോ അളകാണ കോഴികള്. ഇവള് വേറെ വലുതും ഇത് പറയും. നോക്കിക്കോ, തീപ്പൊരി ആയിട്ട് ഇറങ്ങും. അല്ല പിന്നെ അവിടെ എനിക്ക് മിക്സ് ചെയ്യണോ അതിനെ? സവാള വഴറ്റണമെങ്കിൽ ഇതും വഴക്കാം. ഇത് ചൂടുവെള്ളം നീയാണ് വെച്ചിരിക്കുന്നത്. മഞ്ഞിട്ടൊന്നും ഇല്ല, മര്യാദയ്ക്ക് ഉണ്ടാക്കിക്കോണം. കോൺട്രവേഴ്സിയാണ്. അച്ചാറും തൈയും അല്ല. അളകാണ സവാള. അതെ, അതൊക്കെയാണ് സവാള. കിടലം ബിരിയാണി ഗംഭീരം. ഗംഭീരം. അല്ലല്ല അതിൻ ഷണ്ണൻ ബ്ലൂമിനായിൽ. അല്ല, അതിൻ ഷണ്ണൻ ബ്ലൂമിനായിൽ. ഇത് ഷണ്ണൻ ബ്ലൂ. നാട്ടിലൊക്കെ നല്ല എന്നതാ സൺഫ്ലവർ ഓയില്. ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ചക്കിലാട്ടിയ ചക്കിലൊന്നും ഇത് കിട്ടിയിട്ടില്ല. വെളിച്ചെണ്ണ ഇത് ഓയിലത് വ്യത്യാസമല്ലേ? ഇത് ചുക്കിന് കിട്ടിയത്. ഇത് നമ്മുടെ ഇത് സ്വന്തം ഇവിടുത്തെ ഏറ്റവും ലോ ക്വാളിറ്റി ഐറ്റം ആണത്. ലോ ക്വാളിറ്റി. 149 € കൊടുത്ത് വാങ്ങിച്ചതാ. ഇവിടുത്തെ ഏറ്റവും ചീപ്പല്ലേ? ഇതിന് ചീപ്പ് കാണിച്ചു തരാൻ പറ്റും. ഇതിന് ജീപ്പില്ല. അത്രേ ഉള്ളൂ. ഇവിടെ ഇതിലും ചീപ്പ് നമ്മളേ ഉള്ളൂ. ഇതിന്റെ ന്യൂട്രി സ്കോർ C ആട്ടോ. ഓ ശരിയാണ്, ന്യൂട്രി സ്കോർ ഉണ്ട്. ജർമ്മനിയിൽ അങ്ങനെയുണ്ട്, എല്ലാ പ്രൊഡക്ട്സിനും ന്യൂട്രി സ്കോർ ഉണ്ട്. എന്നാ നീ അതിനായിട്ട് ഞാൻ വെള്ളം കളഞ്ഞ അത് ടെക്നിക്കാണ്. ചോറാണല്ലേ അതെടുത്താ പോരെ. അതെടുക്ക. ഈ പോകുന്നത് എണ്ണയാണ് ഗൈസ്, ഷൊണ്ണ എണ്ണ. ചെരുവുണ്ടോ? ഓക്കെ. അപ്പൊ ഗൈസ് അറ്റ് ലാസ്റ്റ് നമ്മുടെ ബിരിയാണി റെഡിയായി. നമ്മളൊരു 2-2.5 മണിക്കൂർ എങ്ങനെ എടുത്തു തോന്നുന്നു ബിരിയാണി, ദം ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. അത്യാവശ്യം അടിപൊളിയായിട്ട് തോന്നുന്നു. അല്ലടാ, ടേസ്റ്റ് ചെയ്തൊക്കെ ലിസ്ബത്ത് ടേസ്റ്റ് ചെയ്യൂ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. പ്രതീക്ഷ സൂപ്പർ തന്നെ. അതിനെ ടേസ്റ്റ് ചെയ്തി. നെറ്റ് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ടാ? ദം ബിരിയാണിക്ക് മുട്ടയും ഉണ്ട്, സാലഡും ഉണ്ട്. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച ശേഷം ഐസ്ക്രീം ഡെസേർട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. എല്ലാം എങ്ങനെ ഉണ്ടായ ഗൈസ് ഐസ്ക്രീം ഒക്കെ? ബിരിയാണി അടിപൊളിയല്ലായിരുന്നോ? അത്ര പറയുന്ന നീ ആയിട്ട് 2 പ്രാവശ്യം കഴിക്കണ്ടായിരുന്നല്ലോ. ഉപ്പ് വേണമായിരുന്നോ? അത് പിന്നെ എന്താ വെച്ചാലും കൊടുത്താലും കഴിക്കാം. വിഷയം അതാ വിഷയല്ല. സെറ്റ്. അപ്പോ നമ്മുടെ ഡി ജെ എന്നൊക്കെ പറഞ്ഞ ചുമ്മാ അതിൻ പാട്ടിട്ട് ചുമ്മാ പാട്ടിട്ട് അതെ ചുമ്മാ പാട്ടിട്ട് എല്ലാരും ക്ഷീണിച്ചു. നമ്മളെല്ലാരും ക്ഷീണിച്ചു. നമ്മളിങ്ങനെയൊക്കെ തള്ളിപ്പിടിച്ചെടുക്കാൻ നോക്കുമ്പോ ആ അമ്മാവൻ സമയം കൊടുക്ക്. ലിസ്ബത്ത് തന്നെയാണ് കൈ അതിന്റെ പേട്ട. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് വീഡിയോ അതിന്റെ പേരല്ലോ തെറിയും ബോസിന്റെ എന്നൊക്കെ പറയുന്നുണ്ട്. കിഡ്സോ? അപ്പൊ സെറ്റാണ്. അപ്പൊ നമ്മളെ ക്രിസ്മസ് പരിപാടി അല്ല ക്രിസ്മസിന്റെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അത്ര വലിയ സെറ്റപ്പ് വീഡിയോ ഒന്നെല്ലാം തോന്നുന്നു. എന്തായാലും ഓക്കെ എന്താണ് ഞങ്ങളുടെ സന്തോഷം. അതെ, ഞങ്ങൾ ഒരുപാട് ഞങ്ങൾ കുറെ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്.
അപ്പൊ ഇതിനും നല്ലൊരു ക്വാളിറ്റി ഉള്ള വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഉറപ്പായിട്ടും. വലിയ വലിയ പ്ലാനുകളായിട്ട് 2025 അല്ലേ ഞങ്ങൾ വലിയൊരു പദ്ധതിയാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ ഓക്കെ ബൈ. എല്ലാവർക്കും മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഒരുപാട് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല കാരണം പോലീസ് വരിഞ്ഞു. Happy New Year. Happy guys.